അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുതുമുറ്റത്ത് കുടുംബത്തിന്റെ ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരം. അതിപുരാതനമായ ചേകനൂർ ദേശത്താണ് ഈ കഥ നടക്കുന്നത്. 1880 കാലഘട്ടത്തിൽ മുതുമുറ്റത്ത് കുട്ടു എന്ന കുട്ടു നമ്പൂതിരിയും കുഞ്ഞപ്പാപ്പ, കുഞ്ഞുട്ടി എന്നീ സഹോദരന്മാരും ഉണ്ടായിരുന്നു. കൃഷി ഉൽപ്പന്നങ്ങളായ നെല്ല്, തെങ്ങ്, കഴുങ്ങ്, കുരുമുളക് എന്നീ ഉൽപ്പന്നങ്ങളായിരുന്നു അവരുടെ ഉപജീവന മാർഗം. ജാതിമത ഭേദമന്യേ വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടമായിട്ടും ഇവർ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു. മറ്റു പ്രദേശങ്ങളിൽ നിന്നും ചേകനൂർക്ക് എത്തിപ്പെടുന്നവർക്ക് തൊഴിലും താമസ സൗകര്യവും ഒരുക്കി ഇവർ ആതിഥ്യ മര്യാദ കാണിച്ചിരുന്നു. നമ്മുടെ പൂർവികന്മാർ നൽകിയ ഈ സംഭാവനകൾ അഭിനന്ദനാർഹമാണ്. നാടിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ മുതുമുറ്റത്ത് തറവാട് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാൻ ആവില്ല. പൈതൃകപരമായി അത് ഇന്നും നിലനിൽക്കുന്നു. കാർഷിക മേഖലയിലെ വൈവിധ്യം ഇളം തലമുറക്ക് കൈമാറാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കന്നുകാലികളെ ഉപയോഗിച്ച് കലപ്പ, കരി, നഖം, കോൽമരം കൂടാതെ കൃഷിക്ക് വേണ്ട ജലസ്രോതസ്സിനായി കയറ്റുകൊട്ട, തുടുപ്പ് മുതലായവയും തെങ്ങ്, കഴുങ്ങ് എന്നീ കൃഷികൾക്കായി കാളത്തേക്കും ഉപയോഗിച്ചിരുന്നു. പണം നൽകി അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനു പകരം കാർഷിക വിഭവങ്ങൾ നൽകിയായിരുന്നു വിനിമയം നടത്തിയിരുന്നത്. ഈ സംവിധാനത്തെ ബട്ടർ സംവിധാനം എന്നാണ് പറയപ്പെട്ടിരുന്നത്. നമ്മുടെ തറവാട്ടിലെ അന്നത്തെ കാരണവന്മാർ മാതൃകപരമായി ജീവിച്ചതിന്റെ ഫലമാണ് മുതുമുറ്റത്തെ തറവാട് ഇന്നും പ്രസരിപ്പോടെ നിൽക്കുന്നത്. ചേകനൂർ, കോഴിക്കോട്, തിരുത്തി, പാലക്കാട്, ലക്കടി എന്നീ സ്ഥലങ്ങളിൽ മുതുമുറ്റത്ത് തറവാട്ടുകാർ ഇന്നും ശോഭയോടെ നിലനിൽക്കുന്നു. മർഹൂം കുട്ടുപ്പാപ്പയുടെ മകനാണ് മൊയ്തുട്ടി ഹാജി. 1883 മുതൽ 1959 കാലഘട്ടം വരെ ഇദ്ദേഹം ജീവിച്ചു. ചേകനൂർ മഹലിന്റെ സ്ഥാപിത കാരണവന്മാരിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. ആജിയാർ മൂത്താപ്പ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വിളിപ്പേര്. ആ കാലഘട്ടങ്ങളിൽ ആനക്കര ജുമാ മസ്ജിദിലായിരുന്നു നമസ്കാരവും ഖബർസ്ഥാനും ഉണ്ടായിരുന്നത്. ഇദ്ദേഹം 1921 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളി ആയിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളായ മുഹമ്മദ് കുട്ടി ഹാജി 1909 മുതൽ 2008 കാലം വരെ ജീവിച്ചിരുന്നു. മെയ്വഴക്കമുള്ള നല്ലൊരു കളരി അഭ്യാസം കൂടിയായിരുന്നു ഇദ്ദേഹം. കണ്ണത്ത ദൂരത്ത് പരന്നുകിടക്കുന്ന ചേകനൂർ കായലിന്റെ സിംഹഭാഗവും ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ആ കാലത്ത് ചക്കാട്ടുന്ന വെളിച്ചെണ്ണ യന്ത്രവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ചേകനൂർ മഹലിന്റെ മുത്തവല്ലിയായും അനവധി കാലം ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. മറ്റൊരു മകനായ കുഞ്ഞുട്ടി 1918 മുതൽ